ഡാർവിനിസ്റ്റുകൾ, പരിണാമവാദികൾ പറയുന്നതും നാസ്തികർ പറയുന്നതും ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലോ ആ മനുഷ്യൻ്റെ അവയവങ്ങളുടെ സെറ്റപ്പുകളിലോ ഒന്നും ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനറുടെ ഒരു ബുദ്ധി ഒന്നും പുറകിൽ പ്രവർത്തിച്ചിട്ടില്ല. പകരം ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സ്പോണ്ടേനിയസ് മ്യൂട്ടേഷനിലൂടെയാണ്, അതായത് റാൻഡം ചേഞ്ചിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ആകസ്മികവും അന്ധവുമായ മാറ്റങ്ങളിലൂടെയാണ് ഈ അവയവങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ആകസ്മികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെട്ടെന്നുള്ള ചില മാറ്റങ്ങൾ, യാദൃച്ഛികമായ മാറ്റങ്ങൾ, ഒന്നും ബോധപൂർവം സംഭവിക്കുന്നതല്ല. പെട്ടെന്നുള്ള മാറ്റങ്ങളും കാലങ്ങൾ എടുത്തുകൊണ്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യനും അവൻ്റെ സങ്കീർണമായ മുഴുവൻ അവയവങ്ങളും രൂപപ്പെട്ടിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഡാർവിനിസ്റ്റുകളും നാസ്തികരും പരിണാമവാദികളും നാസ്തികരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ വേണം. ഇതാണ് ഇവരുടെ വാദം, അടിസ്ഥാനപരമായ വാദം അതാണ്. ആ വാദം മനസ്സിലായാലാണ് നമുക്ക് നമ്മൾ പറയുന്ന ബാക്കി കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അവരുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ, കൈയാവട്ടെ, കണ്ണാവട്ടെ, തലച്ചോറാവട്ടെ, ഇന്റേണൽ ഓർഗൻസ് ആകട്ടെ, അകത്തുള്ള ലിവറാകട്ടെ, മറ്റെന്തുമാകട്ടെ, എല്ലാം ഉണ്ടായി വന്നിട്ടുള്ളത് ആരെങ്കിലും പുറകിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ദൈവമുണ്ടെന്ന് പറയുന്നു, അള്ളാഹു ഉണ്ടെന്ന് പറയുന്നു. അവർ പറയുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു ഏകകോശി ജീവി മാറി മാറി നൂറ്റാണ്ടുകളും കോടിക്കണക്കിന് വർഷങ്ങളും എടുത്ത് അന്ധമായ യാദൃശ്ചികമായ മാറ്റങ്ങളിലൂടെയാണ് ഈ അവയവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും സങ്കീർണമായ കണ്ണും ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ബാക്കി പറയുന്ന കാര്യങ്ങളുടെ ഗൗരവവും അതിനകത്ത് അത്ഭുതവും ഇവർ പറയുന്നതിലെ മണ്ടത്തരവും നമുക്ക് തിരിയുകയുള്ളൂ.